ഹലോ ഗൈസ്, നമ്മളിന്ന് കൊല്ലം വരെ പോവാണ് കേട്ടോ. ഇച്ചൻ്റെ കൈ ഡിസ്ലൊക്കേഷനായിട്ട് കിംസ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയപ്പോൾ സർജറിയാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ സർജറി ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കിയപ്പോൾ ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്ത സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇത് വന്നിട്ട് കൊല്ലം ജില്ലയിൽ കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കിളിക്കൊല്ലൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ ട്രാക്ക് നമുക്ക് കാണാൻ പറ്റും. ഓർത്തോ കെയർ ആയുർവേദ എന്നാണ് കേട്ടോ ഈ ഒരു ക്ലിനിക്കിൻ്റെ പേര്. സർജറി പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയ കേസുകൾ ഇവിടെ വന്നിട്ട് സർജറി ഇല്ലാതെ തന്നെ റിലീഫായി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ സിറ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് ആദ്യത്തെക്കാളും ഒരുപാട് റിലീഫ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ രാവിലെ വന്നു. രാവിലെ വരുന്നതനുസരിച്ചാണ് കേട്ടോ ഇവിടെ ടോക്കൺ. രാവിലെ വന്നിട്ട് നമുക്ക് 13ാമത്തെ ടോക്കണാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്നും ഇല്ലാത്താന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഭാർഗവി നിലയം പോലെ കുറേ സ്റ്റെപ്പ് കണ്ടു. ആ സ്റ്റെപ്പൊക്കെ കയറി ചെന്നത് ബൈപ്പാസ് റോഡിലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ സൈഡിലൂടെ നടന്ന് ഒരു ബേക്കറിയിലോട്ട് കയറി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ലൈമും ബക്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് ലേസ് വാങ്ങി ആ സ്റ്റെപ്പിൽ തന്നെ ഇരുന്ന് കഴിക്കാനുണ്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടോക്കൺ നമ്പർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കയറി കണ്ടു. വളരെ സമാധാനത്തോടെയാണ് കേട്ടോ ഡോക്ടർ ഓരോ പേഷ്യൻസിനെ നോക്കുന്നത്. നമ്മുടെ എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഏകദേശം 3/4 മണിക്കൂറോളം എടുത്താണ് കേട്ടോ ഓരോ പേഷ്യൻറ്റിനും ഡോക്ടർ ചെക്ക് ചെയ്യുന്നത്. ആദ്യമേ വെയിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയുടെ മൂവ്മെൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. റിലീഫായി വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അതിന് ശേഷമാണ് ഈ മുന്നോട്ടുള്ള എക്സസൈസ് എന്തൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. പിന്നീട് വേറൊരു സെക്ഷനിലോട്ട് വിടും. അവിടെയാണ് കിഴിയും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് കിഴി പിടിക്കാനുള്ള ഓയിലും സപ്ലിമെൻറ്റ്സും ടാബ്ലറ്റ്സും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജസ് തന്നെയാണ് ഈ ക്ലിനിക്കിൽ നമ്മൾ നിന്ന് വാങ്ങുന്നത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വേറൊരു കിഡ് സ്പോട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഏതാണ് ആ സ്പോട്ടെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.